നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന മകന് രണ്ടാനച്ഛന്റെ മർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. രണ്ടാനച്ഛനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിന് കൈമാറി. കന്യാകുമാരി കടലിൽ ചക്രവാത ചുഴി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം ജില്ലയിൽ 4 ദിവസം യെല്ലോ അലർട്ട്. പുനലൂർ നഗരസഭയിൽ കുടുംബശ്രീയുടെ കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കം. തെരഞ്ഞെടുത്ത 16 വനിതകൾക്ക് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 20 മുട്ടക്കോഴികൾ, കൂട്, തീറ്റ, മരുന്ന് എന്നിവയാണ് നൽകുന്നത്. കേബിൾ TV ദിനം ആചരിച്ചു. NH അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ TV ദിനമായി ആചരിക്കുന്നത്. സിഒയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണവും അനുസ്മരണവും. വിശദമായ വാർത്തകളിലേക്ക്. ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. സംഭവത്തിൽ രണ്ടാനച്ഛനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിന് കൈമാറി. ഞാൻ കാപ്പി വാങ്ങാൻ പോയിരുന്നു. കാപ്പി വാങ്ങിയിരുന്നത് അവിടെ എന്നെ അടിക്കാൻ നിൽക്കുന്നു. പെട്ടെന്ന് കൈയും ചുരുട്ടിയിട്ട് എന്നെ എൻ്റെ പുറത്തൂടെ വന്ന് വീണിട്ട് തറയിട്ടിട്ട് അടിച്ചു. ആ ചുണ്ടിലും കയ്യിലും. ആശുപത്രിയിൽ കഴിയുന്ന അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന കൗമാരക്കാരനായ മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. അമ്മയ്ക്കൊപ്പം കരവാളൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിക്കാണ് മർദ്ദനമേറ്റത്. രണ്ടാനച്ഛനും തിരുവനന്തപുരം സ്വദേശിയുമായ യുവാവിനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സ്റ്റീൽ പാത്രം കൊണ്ടുൾപ്പെടെ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് വാർഡിലുണ്ടായിരുന്നവർ പറയുന്നു. കുട്ടിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ നേരത്തെയും ഇയാൾ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിരന്തരം വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോവുകയും പിന്നീടെത്തി കുട്ടിയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും അമ്മ പറയുന്നു. ഇപ്പം ഞാൻ കാപ്പി മേടിക്കാൻ പോയതാണ്. കാപ്പി മേടിക്കാൻ പോകുമ്പോഴത്തേക്കും പാത്തിരുന്ന് അടിച്ചത് കൊച്ചു ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയി കൊച്ചിൻ്റെ തുണിയും ബാഗും എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ 12 മണിക്ക് എപ്പോഴോ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കൊച്ചിന് 4 മണിക്ക് ഇവിടുന്ന് കാപ്പിക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ ഓടി വന്ന് കൊച്ചിനെ എൻ്റെ അടുത്തൊക്കെ കൊണ്ട് ഇട്ടപ്പോഴാണ് ഞാൻ അറിയണം ഇയാൾ വന്നിട്ടുണ്ടെന്ന്. ഞാൻ നിൻ്റെ മോനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞു, നിൻ്റെ മോനെ ഞാൻ കൊല്ലും, നിൻ്റെ മോനെ കൊന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞ് ഇയാൾ കൊച്ചിനെ ഇവിടെ കൊണ്ടിറങ്ങി. ഈ ബാഗൊക്കെ കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ബാഗും കൊണ്ടിറങ്ങി. കൊച്ചിനെയും കൊണ്ട് 9 മാസമായ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിയിട്ട് ഇയാൾ പോയിട്ട് പിന്നെ ഞാൻ അറിയണം കൊച്ചിനെ അവിടെ അടിച്ച് നല്ല തൂക്കുപാത്രം വെച്ചാൽ കൊച്ചിനെ മൊത്തം അടിക്കുകയും ഇടിക്കുകയും അങ്ങനെ 2 കാലും കൂടെ പിടിച്ച് കൂട്ടി. ഇവിടെ കണ്ടവർ പറഞ്ഞു എൻ്റെ കാലിനെ പിടിച്ച് കൂട്ടി ഇങ്ങനെ അമുക്കി വെച്ചിട്ട് അവനെ ഇടിക്കുകയും പാത്രത്തിൻ്റെ വെച്ചൊക്കെ ഇടിക്കുകയും കവാടത്തിലൊക്കെ അടിച്ചെന്ന് അവർ പറയുന്നു. ഞാനൊന്നും കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവതി സഹായം തേടുന്നു. ഏരൂർ ആർച്ചൽ സ്വദേശിനി ഐശ്വര്യയാണ് സഹായം തേടുന്നത്. കഴിഞ്ഞ 7 മാസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഐശ്വര്യ. മകളുടെ ചികിത്സയ്ക്ക് ഞങ്ങൾ 3-4 ആശുപത്രി കയറി. അതെല്ലാം വിൽക്കും. അവളെ ഇത്രയും നാൾ 6 മാസത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട് ചികിത്സയ്ക്ക് മാറ്റി വെക്കലാണ് ഏക പോകുമ്പഴി. അതിന് നല്ലവരായ ആൾക്കാരുടെ സഹായം തേടുന്നു. ഒരു 75 ലക്ഷം രൂപയോളം ചിലവാകുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏരൂർ ചിത്തിര വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 27 വയസ്സുള്ള ഐശ്വര്യയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 7 മാസക്കാലമായി രക്താർബുദം ബാധിച്ച് ഐശ്വര്യ ചികിത്സയിലാണ്. 7 മാസം കൊണ്ട് ബ്ലഡ് ക്യാൻസർ, അതായത് AML എന്ന അസുഖമാണ്. ഞാൻ ഏകദേശം ഈ 7 മാസത്തിന് മുന്നേ പനിയിലായി ഈ അസുഖം തുടങ്ങുന്നത്. അത് 1 മാസത്തോളം ട്രീറ്റ്മെൻറ്റ്, അസുഖം എന്താണെന്ന് അറിയാതെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ട് നടന്നു. പനിയാണെന്നായിരുന്നു
ആ പനിയിലാണെങ്കിൽ എനിക്ക് തലയിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഈ പനി വരുന്നത് തലയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് വിചാരിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നടുവിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തുള്ള ഒരു പരിശോധന നടത്തി. ആ പരിശോധനയിലാണെങ്കിൽ ഇതല്ലെന്നുള്ളത് കണ്ടുപിടിച്ച് പിന്നെ ഉടനെ തന്നെ പെറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുമായിരുന്നു. അതൊക്കെ ചെയ്യുന്നത് നമ്മളെ എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ അവിടെ വെച്ച് പെറ്റിൻ്റെ സ്കാൻ എടുത്തപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇതുപോലെ ബ്ലഡിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നു. അതിൽ നിന്ന് പിന്നെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് ഞങ്ങൾ ഏകദേശം അവിടെ ഒരു 40-45 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അവസാനം ട്രാൻസ്പ്ലാന്റേഷനാണ് അവിടെയും പറഞ്ഞത്. ഏകദേശം 3% ക്യാൻസർ എനിക്ക് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നതായിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ബോൺമാരോടെ ടെസ്റ്റിലൂടെ അറിയുന്നത്. ഐശ്വര്യയുടെ മജ്ജ മാറ്റിവെക്കുന്നതിനായി 75 ലക്ഷം രൂപ സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചികിത്സാ ധനസഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഐശ്വര്യ ഇപ്പോൾ തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ തുടരുകയാണെന്നും ഐശ്വര്യയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളായ എല്ലാവരുടെയും സഹായം വേണമെന്നും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം T അജയനും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K അനുമോനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേബിൾ TV ദിനം ആചരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേബിൾ TV ദിനാചരണവും NH അൻവർ അനുസ്മരണവും സംഘടിപ്പിച്ചത്. COA ഭവനിൽ പതാക ഉയർത്തി. COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്, COA സിന്ദാബാദ്. പതാക ദിനം സിന്ദാബാദ്, പതാക ദിനം സിന്ദാബാദ്. മെയ് 7 സിന്ദാബാദ്, മെയ് 7 സിന്ദാബാദ്. ഉയർ പതാകെ പാറു പതാകെ, ഉയർ പതാകെ പാറു പതാകെ. വാനിൽ ഉയർന്നു പറക്കു പതാകെ, വാനിൽ ഉയർന്നു പറക്കു പതാകെ. പകരൂ ഞങ്ങൾക്ക് ആവേശം, പകരൂ ഞങ്ങൾക്ക് ആവേശം. COA 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 സിന്ദാബാദ്, COA 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 സിന്ദാബാദ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേബിൾ TV മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്കായി സമഗ്രമായ സംഭാവനകളും നൽകിയ NH അൻവർ അനുസ്മരണമാണ് കേബിൾ TV ദിനമായി COA കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി COA ഭവനിൽ പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ സുനിൽ C ആണ് പതാക ഉയർത്തിയത്. 1000 കോഴിക്കോടിൽ ടേണോവറുള്ള ഒരു കമ്പനിയായി ഇന്ന് കേരള എത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ NH അൻവർ എന്ന മഹാനായ വ്യക്തിയുടെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയും അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകളുമാണ് ഇന്ന് കേരളത്തിനെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. കേരളത്തിലുള്ള എല്ലാ കേരളാവിഷൻ്റെ ഓഫീസുകളും COയുടെ സംഘടനാ ഓഫീസുകളും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കൊടി ഉയർത്തുകയും ഫോട്ടോ വെച്ച് പൂവിടുകയും ചെയ്യുന്ന പരിപാടി തുടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ COയുടെ ഓഫീസിൻ്റെ മുന്നിൽ അതായത് ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തോടെ അതായത് ജോയിന്റ് സെക്രട്ടറിമാരായ അമീർ ഖാൻ, താജു ഗോപാൽ, കുണ്ടറ മേഖലാ സെക്രട്ടറി ഷിബു പ്രതാപൻ, കുണ്ടറ മേഖലാ ട്രഷറർ സാബു NI, ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ, കുണ്ടറ മേഖലാ കമ്മിറ്റി അംഗം ശ്യാം S കൃഷ്ണ, സൗത്ത് വിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ NH അൻവറിന്റെ ഓർമ്മ ദിനമായ മെയ് 7 കേബിൾ TV ഓപ്പറേറ്റർമാർ പതാക ദിനമായി ആചരിക്കുകയാണ്. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ദിശാബോധം നൽകുന്നതിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യവും മറന്ന് ഭിന്നിച്ചു കിടന്ന ഓപ്പറേറ്റർമാരെ ഒന്നിപ്പിക്കുന്നതിനും അതിലൂടെ കേരളത്തിലൊരു പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് തന്നെ നന്ദി കുറിച്ച ശ്രീ NH അൻവർ അദ്ദേഹത്തെ ഏത് രീതിയിൽ പ്രതിപാദിച്ച് അറിയിക്കണമെന്നറിയില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. NH അൻവർ അനുസ്മരണം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ NH അൻവറിന്റെ അനുസ്മരണമാണ് കേബിൾ TV ദിനമായി ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NH അൻവർ അനുസ്മരണം നടത്തി. മേഖലാ പ്രസിഡന്റ് അനൂപ് പതാക ഉയർത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മുൻനിര പ്രവർത്തകനായിരുന്ന ശ്രീ NH അൻവർ അവരുടെ ഓർമ്മ ദിനമായ മെയ് 7 കേബിൾ TV ദിനമായി ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സംഭവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി
പതാക ഉയർത്തൽ ചടങ്ങ് നടത്തി. COA ജില്ലാ കമ്മിറ്റി അംഗം അജീത് ഋഷ്യ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്കാലത്തെയും സമുന്നതമായ നേതാവിൽ ഒരാളായിരുന്നു NH അൻവർ. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ കേബിൾ TVയെ സംബന്ധിച്ചിടത്തോളം സംഘടിത അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേബിൾ ഓപ്പറേറ്റർമാരെ സംഘടിപ്പിക്കുകയും COA എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും അതിലുപരി ബിസിനസ് പ്രസ്ഥാനമായ ഈ പ്രസ്ഥാനത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേരള വിഷൻ എന്നൊരു മഹത് പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ഇന്ത്യയിലുടനീളമുള്ള കുത്തകകൾക്ക് ഈ കേരളത്തിലുള്ള കേബിൾ ഓപ്പറേറ്റർമാരെ വലിച്ചെറിഞ്ഞു കൊടുക്കാതെ വളരെ ദിശാബോധത്തോടു കൂടി അങ്ങനെ ഒരു കമ്പനി രൂപീകരിക്കുകയും ഇന്ന് ഏത് കുത്തകളെയും കോമ്പറ്റീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്താൻ അഹോരാത്രം പണിപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമായ മെയ് 7-ാം തീയതി ഇന്ന് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം കേബിൾ ഡേ ആചരിക്കുകയാണ്. സജീവ് അമ്പാടി, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണപ്പള്ളിയിലെ COA മേഖലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തഴവ. കേബിൾ TV ദിനം ആചരിച്ചു. കേബിൾ TV മേഖലയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച NH അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ TV ദിനമായി ആചരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. NH അൻവർ അനുസ്മരണവും നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേബിൾ TVയുടെ മേഖലയ്ക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്ന NH അൻവറിന്റെ അനുസ്മരണമാണ് കേബിൾ ദിനമായി ആചരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേബിൾ ദിനാചരണവും NH അൻവർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ഓച്ചിറ OCBയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ COA മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ റോഫേൽഡ് പതാക ഉയർത്തി. കേബിൾ TV പ്രസ്ഥാനം ഉള്ള എല്ലാ കൺട്രോൾ റൂമുകളിലും പതാക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതുകൊണ്ട് നമ്മുടെ ഓച്ചിറ മേഖലയിലും എല്ലാ വർഷവും നമ്മൾ ഈ ദിവസം പതാക ദിനമായി ആചരിക്കുകയും പതാക ഉയർത്തുകയും ചെയ്യുകയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഫ്സൽ OCB അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COA എന്ന പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ, ശ്രീ NH അൻവർ നൽകിയ സംഭാവനകളുടെ അനുസ്മരണാർത്ഥമാണ് ഇന്ന് കേബിൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്കേവർക്കും അറിയാം, സംഘടന വളരെ ശോച്യാവസ്ഥയിലായപ്പോൾ ആ സംഘടനയെ ഉയർത്തുന്നതിലും ഛന്നഭിന്നമായി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ സംഘടിപ്പിച്ചുകൊണ്ട് COA എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. കൂടാതെ കേരളത്തിൽ ഇന്ന് ബ്രോഡ്ബാൻഡ് സംവിധാന രംഗത്ത് നമ്പർ 1 നിൽക്കുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന സംവിധാനം വരുന്നതിന്റെ ഭാഗമായി KCCL എന്ന ഇൻഡസ്ട്രി കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മൂലധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, സാധാരണക്കാരായ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മൂലധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത KCCL എന്ന കമ്പനിക്ക് തുടക്കത്തിലെ വളരുന്നതിന് വേണ്ടി അഭ്യുതമായ പങ്കുവഹിച്ചിട്ടുണ്ടോ ശ്രീ NH അൻവർ. COA മേഖലാ സെക്രട്ടറി അനു, OCB MD ഫൈസൽ, COA മേഖലാ ട്രഷറർ അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ഉദയൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുനലൂർ നഗരസഭയിൽ കുടുംബശ്രീയുടെ കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. തെരഞ്ഞെടുത്ത 16 വനിതകൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 20 മുട്ടക്കോഴികൾ, കൂട്, 50 കിലോ തീറ്റ, മരുന്ന് എന്നിവയാണ് നൽകുന്നത്. പുനലൂർ നഗരസഭ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന കോഴിയും കൂടും പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടത്തിയത്. അഷ്ടമംഗലം ആരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വളരെ വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് കുടുംബശ്രീ ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ ആളുകൾക്ക് അപകടരഹിതമായി കഴിക്കാൻ പറ്റുന്ന നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിമുട്ടകൾ കിട്ടട്ടെ എന്നുള്ളതാണ്. അത് കുടുംബശ്രീ അംഗങ്ങൾക്കൊരു വരുമാനമായി ആകട്ടെ എന്ന് വലിയ 2 കാഴ്ചപ്പാടുകളാണുള്ളത്. നമുക്കത് കുറച്ചുകൂടെ സജീവമാക്കി, ഇത് കോഴിയും കൂടുമൊക്കെ നിങ്ങൾക്ക് ലാഭകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മുനിസിപ്പാലിറ്റി തന്നെ മുൻകൈയെടുത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്നതാണെങ്കിൽ പുനലൂരിൽ നമ്മൾക്കാവശ്യമുള്ള കോഴിമുട്ടകൾ പുനലൂരിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു കാഴ്ചപ്പാടിൽ നമുക്കൊരു പ്രോജക്റ്റ് എടുക്കാം. എന്തായാലും മുനിസിപ്പാലിറ്റി കുടുംബശ്രീയുമായി സഹകരിച്ച് പരമാവധി വനിതകളായിട്ടുള്ള ആളുകളുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
CDS ചെയർപേഴ്സൺ വസന്താരഞ്ജൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാജശേഖരൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ, കൗൺസിലർമാർ AH CRP സിന്ധു, CMM ദീപ, MEC പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന മിഷൻ എംപാനൽഡ് ഏജൻസി സ്വാശ്രയ അഗ്രികൾച്ചറൽ MD പ്രീത VM ക്ലാസിന് നേതൃത്വം നൽകി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലും ടെൻഷനൊന്നും വേണ്ട. രാവിലെ പിടിച്ച കോഴിയാണ്, 4 മണിക്ക് പിടിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്ലൂക്കോസ്, അതായത് പഞ്ചസാര വെള്ളമാണ് കോഴിക്ക് കൊടുക്കേണ്ടത്. ക്ഷീണമൊന്നും മാറാം. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നിരുന്നാലും ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര കലക്കി ആ വെള്ളം ഫസ്റ്റിലേക്ക് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ കൊടുക്കുക. ഗ്ലൂക്കോസ് വാങ്ങണമെന്നില്ല, ഉപ്പും പഞ്ചസാര ആകുമ്പോൾ അത് സ്റ്റാർച്ചായി മാറും. അപ്പോൾ ആ വെള്ളമാണ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കോഴി എന്ന് പറയുമ്പോൾ ഏകദേശം 1 മാസം ആകുമ്പോഴത്തേക്കും മുട്ട ഉൽപ്പാദനം തുടങ്ങും. ചെറിയ കോഴിയല്ല തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് കൊടുക്കേണ്ടത് മുട്ടക്കോഴിക്കുള്ള തീറ്റയാണ്. നമ്മുടെ ഈ പദ്ധതിയിൽ ഒരു വ്യക്തിക്ക് 20 കോഴിയും അതിനെ വളർത്താനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു കൂടും 50 കിലോ തീറ്റയും അതിന് 1 വൈറ്റമിൻസുമാണ് നമ്മൾ തരുന്നത് കർഷകർക്ക്. കുടുംബശ്രീയിൽ നിന്നും തെരഞ്ഞെടുത്ത 16 വനിതകൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. 20,500 രൂപ ചെലവ് വരുന്ന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് 20 മുട്ടക്കോഴികളെയും അവയ്ക്കുള്ള കൂടും 50 കിലോ തീറ്റയും മരുന്നുമാണ് ലഭ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ക്ഷേത്രത്തിലെ പശുക്കളെ തെരുവു നായകൾ ആക്രമിച്ചു. തഴവ മണപ്പള്ളി അമ്മേ നാരായണ ക്ഷേത്രത്തിലെ പശുക്കളെയാണ് നായ്ക്കൾ ആക്രമിച്ചത്. തഴവ മണപ്പള്ളി അമ്മേ നാരായണ ക്ഷേത്രത്തിലെ പശുക്കളെയാണ് തൊഴുത്തിൽ കയറി നായക്കൂട്ടം ആക്രമിച്ചത്. ഇതിൽ ഒരു പശുക്കിടാവിന്റെ നില ഗുരുതരമാണ്. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാനൊന്ന് ഉണർന്നപ്പോൾ പശുവിൻ്റെ കരച്ചിൽ കേട്ടു. കിടാവും കിടന്ന് കരയുന്ന കേട്ട് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഞാൻ കരുതി കയറുമെല്ലാം കുരുങ്ങി കഴിക്കുന്നു. വന്ന് നോക്കിയപ്പോൾ പട്ടിയെല്ലാം അവിടെ പൊതിഞ്ഞ് നിൽക്കുക. ഒരു 10-20 കൂടുതൽ കാണും. അതുകൊണ്ട് CCTV എടുക്കാമെങ്കിൽ അതിനകത്ത് അറിയുകയും ചെയ്യാം. അതെല്ലാം കൂടെ കടിച്ച് പറിച്ച് അതിനെ ഒരു പരുവാക്കി. ഭയങ്കര പട്ടിശല്യം ഇവിടെ. എൻ്റെ കോഴിയെ 10-25 കടിച്ചുകൊണ്ട് പോയായിരുന്നു. അന്ന് നമ്മൾ പിന്നെ ആരോടും പറഞ്ഞില്ല, ഓട്ടർന്ന് വിചാരിച്ചു. ഇവിടെ പട്ടിശല്യം കൊണ്ട് ഒരു വരത്തി പറ്റത്തില്ല, ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പശുക്കളെയൊക്കെ വളർത്തും നമ്മൾ. ദേഹമാസകലം നായ്ക്കൾ കടിച്ചു മുറിച്ചു, ഒരു ചെവി കടിച്ചെടുക്കുകയും ചെയ്തു. അല്ല, കൂട്ടത്തിലെ വരുന്നത്. നമുക്ക് മുറ്റത്തൊന്നും ഇറങ്ങാനില്ല, മൂത്രമൊഴിക്കാൻ ഇറങ്ങാനും പുറത്തോട്ടൊന്നും ഇറങ്ങണമെങ്കിലും നമുക്ക് ഒക്കുന്നില്ല. കാരണം എന്നെ മെനങ്ങാന്ന് പറ്റി ഓടിച്ച് പെരയ്ക്കകത്തൊരു കൊണ്ട് കയറ്റി. കാരണം ഒരെണ്ണം അല്ല, വരുമ്പോൾ 8-9 എണ്ണം ഒന്നിച്ചാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ഇന്നലെ രാവിലെ അതിന് തള്ളയെ കയറ്റി തള്ളയെ കടിച്ച് കുഞ്ഞിനെ കടിച്ച് ചെവി മൊത്തം കടിച്ച് വിളിച്ചോറ് കേട്ടാൽ നമ്മൾ ചാടി ഇറങ്ങി ചെല്ലുന്നത്. ഇറങ്ങി ചെല്ലുമ്പോഴേക്കും നമ്മുടെ നേരെ ചാടി വന്നു. പിന്നെ കൊണ്ട് ഒരു കമ്പ് എടുക്കാൻ പോലും നോക്കുന്നില്ല. അതേപോലെ അവസ്ഥയിലാണ് പറ്റി കൂട്ടത്തോട് വരുന്നത്. നേരത്തെ സമീപ വീട്ടിലെ 25-ലധികം വളർത്തുകോഴികളെ നായക്കൂട്ടം ആക്രമിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം ജില്ലയിൽ 4 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കന്യാകുമാരി കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിലാണ് വേനൽ മഴ ശക്തമാകുന്നത്. തെക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിൽ ഈ മാസം 11 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മെയ് 8-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 10-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മെയ് 11-ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. MDMAയുമായി യുവാവ് പിടിയിൽ. തട്ടാമല ഒലിക്കര വയലിൽ അനീസ മൻസിലിൽ സീതാലിയാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 1.61 ഗ്രാം MDMA പിടിച്ചെടുത്തു. താന്നി മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ലഹരി മരുന്നാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. താമരക്കുളത്ത് നിന്നും മൂർഖൻ പാമ്പുകളെ പിടികൂടി. ചത്തിയറയിലെ വീടിന് സമീപത്തു നിന്നുമാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. പാമ്പുകളെ വനം വകുപ്പിന് കൈമാറും.
താമരക്കുളം ചത്തിയറയിൽ വീടുകളുടെ പരിസരത്തു നിന്നുമാണ് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത്. ചത്തിയറ സവിതാലയത്തിൽ സരിത, അജന്താലയത്തിൽ ഭാർഗവൻപിള്ള എന്നിവരുടെ വീടിനോട് ചേർന്നാണ് സർപ്പ വോളണ്ടിയർമാർ പാമ്പുകളെ പിടികൂടിയത്. സർപ്പ വോളണ്ടിയറും ചുനക്കര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സവിത സുധി, ചക്കുവള്ളിയിൽ നിന്നുള്ള അനിൽകുമാർ എന്നിവരാണ് പാമ്പുകളെ പിടികൂടിയത്. പിടികൂടിയ പാമ്പുകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്ന് സർപ്പ വോളണ്ടിയർമാർ പറഞ്ഞു. സരിതയുടെ വീട്ടിൽ നിന്ന് ബുധനാഴ്ചയും തൊട്ടടുത്ത വീടായ അജന്താലയത്തിൽ നിന്നും വ്യാഴാഴ്ചയുമാണ് പാമ്പുകളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മകന് രണ്ടാനച്ഛന്റെ മർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. രണ്ടാനച്ഛനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിന് കൈമാറി. കന്യാകുമാരി കടലിൽ ചക്രവാത ചുഴി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം ജില്ലയിൽ 4 ദിവസം യെല്ലോ അലർട്ട്. പുനലൂർ നഗരസഭയിൽ കുടുംബശ്രീയുടെ കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കം. തെരഞ്ഞെടുത്ത 16 വനിതകൾക്ക് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. 20 മുട്ടക്കോഴികൾ, കൂട്, തീറ്റ, മരുന്ന് എന്നിവയാണ് നൽകുന്നത്. കേബിൾ ടിവി ദിനം ആചരിച്ചു. NH അൻവറിന്റെ ഓർമ്മ ദിനമാണ് കേബിൾ ടിവി ദിനമായി ആചരിക്കുന്നത്. സിഒയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ദിനാചരണവും അനുസ്മരണവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.